guys, welcome back to another vlog. ഇന്ന് നമ്മുടെ വീഡിയോ ഒരു ഹോട്ടൽ റിവ്യൂ ആണ്. നമ്മുടെ ചാനലിൽ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഒരു ഹോട്ടൽ റിവ്യൂ പറയുന്നത്. ഞങ്ങൾ പട്ടായ ട്രിപ്പിൽ ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്ത ഒരു ഹോട്ടലിനെ പറ്റിയാണ് പറയുന്നത്. ഇതൊരു റിവ്യൂ ആയിട്ട് കാണണ്ട, ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടാൽ മതി. ഈ ഹോട്ടലിൻ്റെ പേര് വന്നിട്ട് ആംബർ പട്ടായ എന്നാണ്. ഇത് നമ്മുടെ ബീച്ച് റോഡിൽ നിന്ന് പട്ടായ ബീച്ച് റോഡിൽ നിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ പോസിറ്റീവായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ ഒരു ലക്ഷറി ഫീലിംഗ് തരുന്ന ഒരു ഹോട്ടലായിട്ടാണ്. അപ്പോൾ നമുക്ക് ഹോട്ടലിലെ ബാക്കി വിശേഷങ്ങളും റൂമിലെ കാഴ്ചകളും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. അകത്ത് കയറി നമ്മൾ 5th ഫ്ലോറിലാണ് റൂം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റൂമിൻ്റെ അകത്തുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഒന്ന് കാണാം. ഇവിടെ കിടന്ന് ബെല്ലടിക്കുന്നുണ്ടല്ലോ, ദൈവമേ. ഇതാണ് നമ്മുടെ റൂം 537. ലോക്ക് ചെയ്യുന്ന എന്തോ സൗണ്ടൊക്കെ ഇട്ട് ഏതായാലും നമുക്ക് റൂമിനകത്ത് കാണാം. ഒരാളകത്ത് ഒളിച്ചിരിപ്പുണ്ട് റൂം കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. സവാട്ടിക്കാന്ന് പറ. ഇതാണ് നമ്മുടെ ആംബർ ഹോട്ടലിലെ ആംബർ പട്ടായയിലെ റൂം. അടിപൊളി റൂമാട്ടോ. ഇത്തിരി വലിയ സൈസൊന്നും അല്ല, എനിക്ക് തോന്നുന്നു ഒരു 25 സ്ക്വയർ മീറ്റർ ഒക്കെ ആയിരിക്കും സൈസ് എന്ന് തോന്നുന്നു. നല്ല അത്യാവശ്യം എല്ലാം ഒരു എന്താ പറയുക, ഒരു ലക്ഷറി ലുക്ക് ഉണ്ട് ഏതായാലും അല്ലേ. ഇങ്ങനെ റൂം ഇഷ്ടപ്പെട്ടോ? കയറി വരുമ്പോ തന്നെ ഒരു രാത്രി ലൈറ്റൊക്കെ തെളിച്ച് എവിടെയെങ്കിലും പോകണമെങ്കിൽ തെളിയില്ലാത്ത ടോർച്ചാണെന്ന് തോന്നുന്നത്. നമുക്ക് തെളിക്കറിയാൻ പറ്റാത്തോണ്ടെന്ന് അറിയില്ല. ഹാങ്കറുണ്ട്, അവിടെ എന്തൊക്കെ നശിപ്പിച്ചു. വലിയ കുടയുണ്ടല്ലോ, 2 പേർക്ക് സുഖമായിട്ട്. കാരണം അഴിക്കൊന്നും വേണ്ട, ഇനി തിരിച്ചൊക്കെ വലിയ പാടായിരിക്കും. വലിയ കുട ഉണ്ട്. തായ്ലൻഡിൽ നല്ല മഴയാണ് ഇപ്പം. മഴക്കാലത്താണ് നമ്മൾ ട്രിപ്പ് വന്നേക്കുന്നത്. ഇവിടെ ഒരു സീറ്റ് ഇരിക്കണമെങ്കിൽ സീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ അതൊക്കെ വെച്ചത്. ഇവിടെ തട്ടുപോലെ നമുക്ക് ബാഗൊക്കെ വെക്കണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറ്റി വെക്കാം. ഒരു ലോക്കറുണ്ട്, ചെരുപ്പിടാൻ സ്ഥലമുണ്ട്. പിന്നെ അതെ ചെരുപ്പുണ്ട് ഫ്രീ. അപ്പോൾ അതിലൊരു ഡ്രിങ്കിങ് വാട്ടർ വെച്ചിട്ടുണ്ട്. ഞാൻ അതിലൊരു വെള്ളം എടുത്ത് കുടിച്ചു. 2 ഗ്ലാസ് ഉണ്ട്. കോഫി ഉണ്ടാക്കാനുള്ള ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെന്താ ഉള്ളത്, നമുക്കൊരു മിനി ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ അടിയിൽ. ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുമില്ല. ഒരു കാലി ഫ്രിഡ്ജ് ഉണ്ട്. എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ മേടിച്ച് വെക്കണം. പിന്നെ അവിടെ കാണിക്കാനുള്ള നല്ലൊരു അടിപൊളി TV ഉണ്ട് കേട്ടോ. നല്ല ഇന്റീരിയർ വർക്കൊക്കെ ടിവിയുടെ ഇത് സെറ്റ് ചെയ്തൊക്കെ നല്ല ഭംഗിയുണ്ട്. ലൈറ്റിങ്ങും എല്ലാം നല്ലൊരു ഒരു ലക്ഷറി ഫീൽ വരുന്നുണ്ട്. ഇവിടെ മിററുണ്ട്. മൊത്തം 2-3 മിറർ ഉണ്ടല്ലേ. അവിടെ ഒരു മിറർ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലൊരു വലിയ മിററുണ്ട്. സൂപ്പർ ബെഡ് ഉണ്ട്. പിന്നെ ഇവരുടെ ലൈറ്റിങ്ങും ഈ വുഡൻ ഇതൊക്കെ ചെയ്തേക്കുന്നത്, വാളൊക്കെ ഫുള്ള് വുഡൻ ചെയ്തേക്കുന്നത്. അവിടെ ഇത് നോക്കിയേ, അവിടെ ഒരു പെയിന്റ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയില്ല. ഗ്ലാസ് അത് ഇവിടെ 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 നല്ല അടിപൊളി വലിയൊരു മിററ്. മിററില് നമുക്ക് നല്ല വാഷ് ബേസിന് വെച്ചിട്ടുണ്ട്. ആംബർ പട്ടായയുടെ ലോഗോ പേരൊക്കെ എഴുതിയിട്ടുള്ളതാണ്. ഇവിടെ എല്ലാ സാധനങ്ങളുടെ അവരുടെ ഇതൊക്കെ ഉണ്ട്. പിന്നെ എന്താ ബാലൻസ് ഉള്ളത് കാണിക്കാൻ? ബാൽക്കണി. പക്ഷെ എന്താണ് നമുക്ക് വ്യൂ കാണാൻ പറ്റുന്നത് ബീച്ച്. ഇത് ആക്ച്വലി ബീച്ച് റോഡിൽ നിന്ന് കുറച്ച് മാറിയാണ് ഇരിക്കുന്നത്. അവിടെ നമുക്ക് ബീച്ച് വ്യൂ ഒന്നും ഇല്ല. ഇവിടെ ജസ്റ്റ് സിറ്റി വ്യൂ ആണ്. പട്ടായയുടെ ഒരു ലോങ് സിറ്റി വ്യൂ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ കാണാം. ഈ സൈഡ് ആ സൈഡിലേക്കാണ് ബീച്ച് റോഡും ബീച്ചും അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ഇത് ലൈറ്റ് ഒക്കെ ആണല്ലോ. എനിക്ക് നൈറ്റ് മാർക്കറ്റ് ആണ് തോന്നുന്നത്. ആ കാണുന്ന ബിൽഡിംഗ് എന്താ എഴുതിയാണ്? ഏതോ ഹോട്ടലാ. നമുക്ക് ഇവിടുന്ന് ബീച്ച് റോഡിലേക്ക് ജസ്റ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. വാക്കിംഗ് സ്ട്രീറ്റിലേക്കൊക്കെ ഓൾമോസ്റ്റ് ഒരു 4 കിലോമീറ്റർ 3 കിലോമീറ്റർ എങ്ങാനും ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഒന്നെങ്കിൽ നമ്മുടെ വണ്ടി വേണ്ടത് ഇപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ റോഡിലേക്ക് ഇറങ്ങുവാണെങ്കിൽ അവിടെ തന്നെ മറ്റേ സൊങ്ദേവ് കിട്ടും. നമുക്ക് ടുക് പോലത്തെ ടാക്സി വണ്ടി കിട്ടും. അത് കയറി എപ്പോഴും ഉണ്ട് പോവാം. പിന്നെ ഇവർക്ക് ഈ ആംബർ ഹോട്ടലിൽ തന്നെ അവരുടെ ഷട്ടിൽ ബസ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ മെയിൻ സെന്ററിലേക്കൊക്കെ പോകുന്നുണ്ട് ഫ്രീ ആയിട്ട് അവര്. അങ്ങനെ മൊത്തത്തിൽ റൂം അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എങ്ങനെയാണ് നിനക്ക് ഇഷ്ടപ്പെട്ടോ? നല്ലൊരു ഒരു വെറൈറ്റി ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. അവരുടെ കളർ കോമ്പിനേഷൻ ചെയ്തേക്കുന്നതും ആ ഒരു വുഡൻ ഇതും ലൈറ്റിങ്ങും നല്ലൊരു റിച്ച് ഫീൽ കിട്ടുന്നുണ്ട്. അതിൽ എന്താന്നറിയില്ല.
അപ്പം ഇതാണ് നമ്മുടെ ആംബർ ഹോട്ടലിലെ റൂം. വരുന്നവർക്കൊക്കെ ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. ബാക്കി നമ്മൾ നാളെ ഡീറ്റെയിൽ ഇവിടുത്തെ ഒരു ലൊക്കേഷൻ്റെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. റൂം ടൂറൊക്കെ എല്ലാവരും കണ്ടല്ലോ. ഇത് നെക്സ്റ്റ് ഡേയിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന സീനാണ്. ഞങ്ങൾ ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബുക്ക് ചെയ്തത്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ഒത്തിരി എക്സ്പെക്റ്റേഷൻ ഒന്നും കൊടുത്തില്ല. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ എക്സ്പെക്റ്റേഷനൊക്കെ മാറ്റിമറിച്ചു. അപ്പോൾ ഫുഡ് ഏതാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചുമ്മാ ബോറടിപ്പിക്കുന്നില്ല. നമ്മളെല്ലാത്തിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ട്രിപ്പ് ഹൈലൈറ്റ് ചെയ്തേ ആയുക്കുട്ടൻ രാവിലെ എനർജി ആയിട്ട് വന്നിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. നമുക്ക് ഫുഡിൻ്റെ സെക്ഷനിലോട്ട് പോവാം. എനിക്കിവിടെ ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം ഇവിടുത്തെ സ്റ്റാഫിൻ്റെ യൂണിഫോമാണ്. ഒരു ബീച്ച് സ്റ്റൈൽ, ഒരു ബീച്ച് തീമിലാണ് ഇവിടെ യൂണിഫോം സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെയാണ് ഔട്ട്ഡോർ പൂളുള്ളത്. കിഡ്സിന് വേണ്ടിയിട്ടും അവർ സെപ്പറേറ്റ് പൂളുണ്ട്. നല്ലൊരു തീമിലാണ് പൂള് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ സർവീസിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ല, അടിപൊളി സർവീസാണ്. ഞങ്ങൾ കുട്ടിക്ക് വേണ്ടി എക്സ്ട്രാ റൈസ് പറഞ്ഞപ്പോഴും ഓംലേറ്റ് ഒക്കെ പറഞ്ഞപ്പോഴും അവർ അപ്പം തന്നെ അത് സെറ്റ് ചെയ്ത് ടേബിളിൽ കൊണ്ടു തന്നു. ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം നല്ല ഫ്രണ്ട്ലിയാണ്, എസ്പെഷ്യലി ഈ വീഡിയോയിൽ കാണുന്ന മിസ്റ്റർ നാട്ട്. അപ്പോൾ ആളോടും ഞങ്ങൾ ബൈ പറഞ്ഞ് ഇറങ്ങുവാണ്. ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് കോംപ്ലിമെൻ്ററി ഡ്രിങ്ക് ആണ്. ഫോർ ഈച്ച് പേഴ്സണ് കോംപ്ലിമെൻ്ററി ഡ്രിങ്ക് കിട്ടും. ഒരു 3-4 ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നമുക്ക് ചൂസ് ചെയ്ത് പറയാവുന്നതാണ്. നമ്മുടെ ആംബർ പട്ടായയിലെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ പട്ടായയിലേക്ക് വരുന്നവർക്ക് ഇതൊരു ഓപ്ഷനാണ്. പട്ടായയിലെ നൈറ്റ് ലൈഫ് ബഹളങ്ങളിൽ നിന്നൊന്ന് വിട്ടുമാറിയും എന്നാൽ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണിത്. ബഡ്ജറ്റ് വന്നിട്ട് ഞങ്ങൾക്ക് അറൗണ്ട് 2000 ബാട്ടാണ് ആയത്, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസും ലൊക്കേഷനും ഒക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.